വിശേഷമായില്ലേ എന്ന് ചെയ്യും. ഇവിടെ ആയതുകൊണ്ട് ആ ചോദ്യങ്ങൾ കുറച്ച് കുറവായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നത്. ഞങ്ങളുടെ അവസാനത്തെ വീഡിയോ ഒരു 3-4 മാസം മുന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ബിഗ് ന്യൂസ്. അതെ, ഒരു ബിഗ് ന്യൂസ്, ഞങ്ങളുടെ ഒരു ബിഗ് ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ വി ആർ പ്രഗ്നന്റ്. അപ്പോൾ ഞങ്ങൾ പ്രഗ്നന്റ് ആണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജൂനിയർ എബിൻ ഓർ ജൂനിയർ ഏഞ്ചൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോസൊക്കെ ഇടാനുള്ള കുറച്ച് ഒരു താമസമൊക്കെ ഉണ്ടായത്. കൺസീവ് ചെയ്യുന്നത് വിന്ററിലാണ്. നവംബർ മാസമാണ് നമ്മൾ ബേബി ഓൺ ബോർഡാണെന്ന് അറിയുന്നത്. പക്ഷേ ജേർണി അത്ര സുഖമായിരുന്നില്ല, വിന്റർ ആയതുകൊണ്ടും പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടൊന്നും ആ സമയത്തുള്ള ഈസി ആയിരുന്നില്ല. ഏഞ്ചലിന് ഇത് ഞങ്ങൾ അറിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചെറിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ആ സമയത്ത് നമുക്കിങ്ങനെ ഇതൊരു സന്തോഷമായിട്ട് എല്ലാവരോടും പറയാൻ ഇതൊരു പേടി പോലെ വരുമായിരുന്നു. അന്നേരമാണെങ്കിൽ യൂട്യൂബിൽ മുഴുവൻ കാണുന്നത് എല്ലാവരും ഓരോരുടെ ഗുഡ് ന്യൂസുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തു വെച്ച് ഇപ്പോൾ 9ാം മാസത്തിലെത്തി നിൽക്കുവാണ്. അതെ, ഇനി വൈകി കഴിഞ്ഞ് ഞങ്ങൾ ബേബീനെയും കൂടി ഇരുത്തിയിട്ട് ഇതാണ് ഞങ്ങളുടെ ബേബി എന്ന് പറയേണ്ട ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് പാരൻസിനെ കൊണ്ടുവരാനൊക്കെ നോക്കിയായിരുന്നു, അതൊന്നും നടന്നില്ല. വിസയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 9 മന്ത്സിൽ? ആദ്യത്തെ ഒരു 3 മാസം ഞങ്ങൾ നല്ലപോലെ ടേക്ക് കെയർ ചെയ്തായിരുന്നു. അവളൊരു മാസത്തോളം ജോലിക്കൊന്നും പോയില്ല. ഈ ഒരു കോംപ്ലിക്കേഷൻസ് കഴിഞ്ഞതിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോയില്ല. പിന്നെ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാനത് പക്ഷേ സാധാരണ വിന്ററിൽ ഉണ്ടാവാത്ത അത്രയും സ്നോ ഈ പ്രാവശ്യം ഇവിടെ പെയ്തു. അപ്പം എബിൻ തന്നെ കുക്ക് ചെയ്യണം, പിന്നെ ക്ലീൻ ചെയ്യണം. ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾ ചെയ്തതല്ല, ഞങ്ങൾ ഞങ്ങളെല്ലാം പകുതിയായിട്ടാണ് ചെയ്തത്. രാവിലെ ആകുമ്പോഴത്തേനും ബ്രഷ് എടുത്തിറങ്ങി സ്നോ ക്ലീൻ ചെയ്യണമെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി. പക്ഷെ ഒരു അഡാപ്റ്റബിലിറ്റിയുടെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഞങ്ങൾ അഡാപ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഞാനത് ഓക്കെ ആയി. പിന്നെ ഞാൻ ഓക്കെ, അതായത് സത്യാവസ്ഥയെ ഞാൻ അങ്ങനെ അംഗീകരിച്ചു. അപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? എൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. അതായത് ആ സ്ട്രിപ്പിൽ 2 വര കണ്ടപ്പോഴേക്കും ആദ്യം ഒന്ന് സ്റ്റക്കായിരുന്നു. ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് തന്നെയാണോ എന്ന് ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് ഡബിൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തപ്പോൾ പിന്നെയും ഭയങ്കര സന്തോഷം പിന്നെയും തോന്നി. അപ്പനാവാൻ പോകുന്നതിൻ്റെ ഒരു ഫീല് ഉണ്ട്. അതായത് ആ കുഞ്ഞ് കയ്യിലേക്ക് വരുമ്പം അതൊന്നും കൂടി കൂടും എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞങ്ങൾ കുറേ നാൾ ആഗ്രഹിച്ചതാണ്, കുറച്ച് നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനകത്ത് ആ വര വീണപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏഞ്ചലിന് എന്തായിരുന്നു ഫീല്? എനിക്ക് ബേസിക്കലി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണത്തില്ലോ, അങ്ങനെയല്ല, എനിക്ക് ഓൾറെഡി അറിയായിരുന്നു അതിനകത്ത് 2 വര വരും. കാരണം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ബോഡിയിൽ എന്തോ മാറ്റം ഉണ്ട്. അങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു, ഓക്കെ നമുക്ക് വരാൻ പോകുന്നു. അതെ, പിന്നെന്താ ഉള്ളിലൊരു കുഞ്ഞുവാവയുണ്ട്, ഞാനിങ്ങനെ അമ്മയാവാൻ പോകുന്നു. അത് എനിക്കറിയത്തില്ല, അതങ്ങനെ ഭയങ്കര സന്തോഷം പ്ലസ് കുറേ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നേ, അങ്ങനെയൊക്കെ എന്തോ ഒരു എന്തൊക്കെയോ ഒന്ന് ആൻസൈറ്റി. ഇതിനു മുന്നേ, അതായത് ഞങ്ങൾ അറിയുന്നതിന് മുന്നേ ഇവള് ഒരു പ്രാവശ്യം തലകറങ്ങി വീണായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓക്കെ ഈ തലകറക്കവും ഇതൊക്കെ കണക്റ്റഡ് ആണെന്ന് പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു അമേസിങ് ഫീലിംഗ് തന്നെയാണ്. ഇനിയും ഇപ്പോൾ പറഞ്ഞാൽ ഒരു 3 വീക്സോടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഡ്യൂ ഡേറ്റ് ആണ്. അപ്പം ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നതെങ്കിലും കുഞ്ഞാവിൻ്റെ അടുത്ത് ഇങ്ങനെ നെഞ്ചിൽ വെച്ച് കഴിയുമ്പോഴത്തേനും എന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞേക്കുന്നത്. അപ്പോൾ വി ആർ എക്സൈറ്റഡ് ടു സീ അവർ ബേബി.
വീഡിയോ തുടക്കത്തിലെ തന്നെ നമ്മൾക്ക് ചെയ്ത ഓരോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിച്ചതുകൊണ്ട് കുറച്ച് ക്ലിപ്സൊക്കെ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അനക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. അതെ, അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രഗ്നൻസി എങ്ങനെ ഞങ്ങളുടെ പാരൻസിനെ ഞങ്ങളത് റിവീൽ ചെയ്തു, അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കുറച്ച് റിയാക്ഷൻസ്, അതൊക്കെയാണ് ഞങ്ങൾ എല്ലാവരോടും നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റിയില്ല. ജസ്റ്റ് നമ്മൾ പാരൻസിനെയും സിബ്ലിങ്സിനെയൊക്കെ ഒന്ന് അറിയിച്ചപ്പോഴത്തേനും നമുക്ക് ആ ഒരു കോംപ്ലിക്കേഷൻസ് വന്ന് എമർജൻസിയിലൊക്കെ ഒന്ന് പോയി നമ്മൾ ബെഡ് റെസ്റ്റിലായി പോയി. പിന്നെ നമ്മൾ ആ ന്യൂസ് ഒരു 3 മാസത്തേക്ക് ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പറഞ്ഞു തുടങ്ങിയത്. കൂടുതൽ നമ്മൾ അവർക്ക് തന്നെ കൊടുത്തു കേട്ടോ. അപ്പൂപ്പനും അമ്മൂമ്മയും ആവാൻ പോണതിന്റെ ത്രില്ലിലായിരുന്നു അവർ. അപ്പോൾ അവരോട് തന്നെ റിലേറ്റീവ്സിന്റെ അടുത്ത് പറഞ്ഞോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് പേരുടെ ഒന്നും റിയാക്ഷൻ വീഡിയോസ് നമ്മുടെ അടുത്തില്ല, എന്നാലും ഉള്ളതൊന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഒന്നുകൂടെ പറയാൻ പോവാ. ഒരു സാധനം തരും, ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ കണ്ണടക്കി, അതാണ് ആദ്യത്തെ ചോദ്യം. കണ്ണടക്കി, എന്നിട്ട് ഞാൻ പറയുമ്പോൾ കണ്ണു തുറക്കണം. ഓക്കെ, ഓട്ടക്കണ്ണുണ്ടരുത്. ഓക്കെ, ഇനി തുറന്നോ. അമ്മനെ കാണുന്നില്ല. രണ്ടും ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് എല്ലാവരും ഇരിക്കാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മ മാതാവിനോട് പറഞ്ഞു പോകുന്നത് അവിടുത്തെ പള്ളിയില്. സൂപ്പർ മാതാവിന്റെ 100 നന്ദി ദൈവമേ. മാതാവിനോടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ചുടിവള്ളി പോയി വന്നപ്പോ അമ്മ പറഞ്ഞില്ലേ അമ്മ ഒരു കാര്യം മാതാവിനോട് പറഞ്ഞിട്ടാ പോന്നേക്കണേന്ന്. ഇന്ന് പുതിയ പള്ളിയിൽ ചെന്നപ്പോഴും പറഞ്ഞ കാര്യമാണ്. അമ്മ ഓട്ട കണ്ണടക്കി, പപ്പ കണ്ണടക്കി. ഇത് രണ്ടുപേരുടെ കണ്ണെങ്കി കേന കണ്ണടക്കി. അമ്മ കണ്ണ് പൊത്ത്, ഇങ്ങനെ പൊത്ത്. കണ്ണൂത്തി അമ്മയ്ക്ക് ചിലപ്പോ മറ്റേ ഫോൺ അമ്മ ഓക്കെ തുറന്നു. പറഞ്ഞു കൊടുക്കാട്. അപ്പൊ നീ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? പപ്പ അപ്പാപ്പൻ. പാപ്പനാവാൻ പോണെന്ന്. അമ്മ കരഞ്ഞു തുടങ്ങി. കരയുവാണോ അമ്മ? കരയുവാണോ? അമ്മയൊന്ന് കാണിച്ചപ്പോ ക്യാമറ തിരിച്ച്. അമ്മ കരയണേ. ഞാൻ ഈശോയോട് പറഞ്ഞതാ. നീ എന്നോട് ചോദിച്ചില്ലേ എന്ത്? അമ്മയുടെ ഫസ്റ്റ് നിയോഗം എന്തായിരുന്നു? അതായിരുന്നു
അമ്മ കരയിലേന്ന്. അഞ്ചു ഇങ്ങോട്ട് നോക്കി. അഞ്ചു ഒരു ചിറ്റയാവോ പൂതഞ്ചു. ഇനി തുറന്ന് നോക്കണോ? ഇനി തുറന്നോ? ഇനി കണ്ണു ഇനി കണ്ണു തുറന്നു നോക്കും. തുറന്നു നോക്ക്. ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി. ഇനിയിപ്പോ നിർത്താ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ റിലേറ്റീവ്സിൻ്റെയും പാരൻസിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ. നമ്മൾ കുറച്ച് പേരുടെയൊക്കെ കളക്ട് ചെയ്തത്. പിന്നെ നമ്മളുടെ റിയാക്ഷൻ വീഡിയോ അതായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾക്ക് മിസ്സായത് എന്റെ സിസ്റ്ററിന്റെ റിയാക്ഷൻ ആണ്. അവളോട് പറയാൻ പറ്റും. അപ്പൊ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എന്റെ പപ്പയോടും അമ്മയോടും ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അവൾ ഉറങ്ങിയായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം പറയാന്ന് വെച്ചപ്പോഴേക്ക് ഞങ്ങൾക്ക് ഈ കോംപ്ലിക്കേഷൻസിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവളോടൊന്ന് സന്തോഷത്തോടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവളുടെ റിയാക്ഷൻ ഞങ്ങൾ മിസ് ചെയ്തു. പിന്നെ ഏഞ്ചി ഇത്രയും റിയാക്ഷൻസ് കണ്ടതിൽ ഏഞ്ചിന് എന്താ തോന്നണേ? ശരിക്കും ഉണ്ടല്ലോ, ഇപ്പം എൻ്റെ പപ്പയമ്മയാണെങ്കിലും അവിടുത്തെ പപ്പയമ്മയാണെങ്കിലും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞു ബേബീനെ വേഗം കാണണം. ഞാനും നല്ലത് ഭയങ്കര ആഗ്രഹം. ഞാനാണ് കുറച്ചൊന്ന് കഴിയട്ടെ എന്നുള്ള മൈൻഡിലിരുന്നേന്ന് തോന്നുന്നു. പക്ഷെ നമ്മള് നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാരും കൂടെ ഇങ്ങനെ വിശേഷമായില്ലേ എന്ന് ചെയ്യും. ഇവിടെ ആയതുകൊണ്ട് ആ ചോദ്യങ്ങൾ കുറച്ച് കുറവായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര കൂടുതൽ സന്തോഷം, ഇരട്ടി മുതലെന്നൊക്കെ പറഞ്ഞില്ല, കൂടുതൽ സന്തോഷം. ഇപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കുഞ്ഞാരോഗ്യത്തോടെ കയ്യിലേക്ക് കിട്ടണമെന്നുള്ളതാണ്. ഇനിയുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മൾ ഉടനെ അടുത്ത വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യും. അപ്പം ഞങ്ങളുടെ കുഞ്ഞു ബേബീനെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. പിന്നെ ഞങ്ങളെ നല്ലൊരു അപ്പനും അമ്മയായിട്ട് ദൈവം ആക്കി തീർക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.